ആഘോഷങ്ങളുടെ നാടായ കൽവിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മൾ ഒരു വലിയ വേദിക്ക് ഇവിടെ തുടക്കമിടാൻ പോവുകയാണ്. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയുമാണ് തിരൂർക്കാർക്ക് പുതിയ സമരമുറ കാണാൻ അവസരമൊരുക്കിയത്. രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് പെർമിഷൻ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണം. 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗത്വം ലഭിക്കുന്നതിന് അപേക്ഷ സ്വീകരിക്കണം. സംഗീത നാടക അക്കാദമി നൽകി വരുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കണം. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് നൽകി വരുന്ന പെൻഷൻ വർദ്ധിപ്പിക്കണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സവാക് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി തിരൂരിൽ സിവിൽ സ്റ്റേഷനു മുന്നിൽ മാർച്ചും ധരണയും സംഘടിപ്പിച്ചത്. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പി.ടി. ബദ്രുദ്ദീൻ അധ്യക്ഷത വഹിച്ച പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശൻ വർണ്ണം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി.ടി. സുബൈർ മുഖ്യപ്രഭാഷണം നടത്തി. 10 മണിക്ക് ശേഷം മൈക്ക് പെർമിഷൻ പാടില്ല. ഇവിടെ രാഷ്ട്രീയ സംഘടനകളുടെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ 10 മണിയായാലും 12 മണിയായാലും 1 മണിയായാലും ആർക്കും ഒരു വിഷയമില്ല. ഇനിയിപ്പോ ഇലക്ഷനൊക്കെയാണ് വരുന്നത്, 10 മണിക്ക് ഇവിടെ മൈക്ക് സ്റ്റോപ്പ് ചെയ്യും, ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ കലാകാരന്മാർക്ക് മാത്രമാണ് ഈ ഒരു വ്യത്യസ്തത, ഈ ഒരു അവഗണന. ഇതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ട്, ഫിറോസ് ബാബു, സേൽറ്റി തിരൂർ, ഈശ്വർ സത്യാനന്ദൻ, വി നരൻ ചെമ്പൈ, മണികണ്ഠൻ ഇടമന, മണി കൈമലശ്ശേരി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ചെണ്ടമേളത്തിന്റെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയിൽ തിരൂർ കേജ്പടിയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. 50ലേറെ കലാകാരന്മാർ സവാക്കിന്റെ ധർമ്മസമരത്തിൽ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ടുഡേ, തിരൂർ. ആഘോഷങ്ങളുടെ നാടായ കൽവിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മൾ ഒരു വലിയ വേദിക്ക് ഇവിടെ തുടക്കമിടാൻ പോവുകയാണ്.